ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പം എല്ലാവർക്കും ഇന്നത്തെ അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ ഗീതു, രാധികയും പിന്നെ വരുണൊക്കെ കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക. ഇനി എല്ലാവരെയും കൂടെ എനിക്ക് കോടതിയിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ ഒന്നുകൂടെ ഒന്ന് കാണണം. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ട്രീറ്റ് തരും. എല്ലാ ചിലവും എൻ്റെ വക. എന്താ പോരെ? ശേഷം ഭാഗങ്ങൾ കോടതിക്കുള്ളിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഗീതു കോടതിക്കുള്ളിലേക്ക് പോവുക. ഈ സമയം നമ്മുടെ ഗോവിന്ദ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക. ഈശ്വര, ഇവളിത്ര ധൈര്യത്തോടെ വന്നിട്ടുണ്ടല്ലോ, അതിൻ്റെ കാരണം എന്താ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അപ്പോൾ രാധിക പറയുക, അവളെ വക്കീലിനെ ഒന്നും നിയമിച്ചിട്ടില്ലെന്നല്ലേ സാറ് പറഞ്ഞത്. പക്ഷേ രമേശൻ വക്കീലെ ഒന്നോർത്തോ, അവൾക്ക് വക്കീൽ വന്നിരിക്കുന്നത് ഹൈക്കോർട്ടിൽ നിന്നാന്ന് തോന്നുന്നു. ഹൈക്കോർട്ടിൽ നിന്നോ? അങ്ങനെയാണെങ്കിൽ പണി കിട്ടുമല്ലോ മാഡം. ഹൈക്കോർട്ടിലെ വക്കീലാണ് വന്നിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്നെ പറ്റാണ്ടാവും. വേറെ ഏതെങ്കിലും വക്കീലിനെ വെക്കുന്നതായിരിക്കും നല്ലത്. താൻ ധൈര്യമായിട്ടിരിക്കണോ? താൻ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? നമ്മുടെ കയ്യിൽ എല്ലാ തെളിവുകളും ഉണ്ടല്ലോ. അപ്പം പിന്നെ ആ തെളിവിനനുസരിച്ച് താൻ നിന്നാൽ പോരെ. ഗീതു ഒപ്പിട്ട പേപ്പേഴ്സ് നമ്മുടെ കയ്യിലുള്ളപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് പിടിച്ചു നിൽക്കാന്നേ. താൻ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്താൽ മതി. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം എന്നും പറഞ്ഞുകൊണ്ട് വക്കീലിനെ ധൈര്യപ്പെടുത്തുക. ഈ സമയം ഹൈക്കോർട്ട് വക്കീലെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ രമേശൻ വക്കീലിന് നല്ല പേടിയായി തുടങ്ങി. ഈശ്വര, ഹൈക്കോർട്ട് വക്കീലാണെങ്കിൽ പണി കിട്ടുമല്ലോ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക വക്കീൽ. പിന്നീട് കാണിക്കുന്നത് എല്ലാവരും കോടതിക്കുള്ളിൽ. അങ്ങനെ അവിടെ ചെന്നിരുന്നപ്പോൾ രാധിക വലിയ ആളെ പോലെ കാലുമേ കാലൊക്കെ കയറ്റി അങ്ങനെ ഇരിക്കുക. ഈ സമയം ജഡ്ജി എത്തിയതും എല്ലാവരും അങ്ങനെ സൈലൻ്റ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ കേസിൻ്റെ ഇതും പറഞ്ഞിട്ട് ഗീതാഞ്ജലി, ഗോവിന്ദ്, മാധവൻ എന്ന് പറഞ്ഞ് വിളിക്കുക. അങ്ങനെ ഗോവിന്ദ് വരികയാണ്. എന്താ, കൂണ്ടിക്കയറി നിൽക്കാൻ പേടിയുണ്ടോ? ഇല്ല മാഡം, എനിക്ക് പേടിയൊന്നുമില്ല എന്ന് ഗോവിന്ദ്. അപ്പോൾ ഗീതുവിനോടും, കൂണ്ടിക്കയറി നിൽക്കാൻ ഗീതാഞ്ജലിക്ക് പേടിയുണ്ടോ? എനിക്ക് പേടിയൊന്നുമില്ല മാഡം. ശരി, ഈ കേസ് ഇവിടം വരെ എത്തിയല്ലോ, എന്താണ് കേസിൻ്റെ ഇത്? അത് കേട്ടത് ഗീതു ഗോവിന്ദനെ നോക്കുക. കണ്ണേട്ടനെ എനിക്ക് ഒരിക്കലും പിരിയാൻ പറ്റില്ല മാഡം. കണ്ണേട്ടനോ? ആരെ ഈ കണ്ണേട്ടൻ എന്നും ജഡ്ജി ചോദിക്കുക. അത് കേട്ടതും, അതെൻ്റെ ഹസ്ബൻഡാണ് മാഡം. ഹസ്ബൻഡോ? ഓമന പേര് കണ്ണൻ അല്ലേ? അല്ല കണ്ണേട്ടാ, കണ്ണേട്ടനെ സോറി, അല്ല ഗോവിന്ദന് ഇതുപോലെ വല്ല പേരും ഉണ്ടോ? അപ്പോൾ രമേശൻ വക്കീൽ, ഉണ്ടല്ലോ, ഗീതു എന്നാണ് വിളിക്കുന്നത് മാഡം. ഗീതു എന്നാണ് ഗോവിന്ദ് വിളിക്കുന്നത്. അല്ല രമേശൻ വക്കീലെ, ഞാൻ രമേശൻ വക്കീലിനോടല്ലല്ലോ ചോദിച്ചത്. വാദം തുടങ്ങിയില്ലല്ലോ വക്കീലെ, ഞാനൊന്ന് ഇവരോടൊന്ന് ചോദിച്ചോട്ടെന്നെ എന്നും പറയുക. അപ്പോൾ രമേശൻ വക്കീൽ ഒന്നും മിണ്ടാതെ അവിടെ ചമ്മിപ്പോയി ഇരിക്കുക. ഈ സമയം ഗോവിന്ദനോട് ചോദിക്കുക, ഉണ്ടോ? ഉണ്ട് മാഡം, ഞാൻ ഗീതു എന്നാണ് വിളിക്കുന്നത്. ഇത്രയും നല്ല ചെല്ലപ്പേരൊക്കെ ഉണ്ടായിട്ട് എന്തിനാ രണ്ടുപേരും പരസ്പരം തമ്മിൽ പിരിയുന്നേ? അത് കേട്ടതും, എനിക്ക് ഇവളോടൊപ്പം ജീവിക്കാൻ പറ്റില്ല മാഡം. അപ്പം ഗീതു, എനിക്ക് കണ്ണേട്ടനില്ലാതെ ജീവിക്കാൻ കഴിയില്ല മാഡം. അപ്പം ഈ കേസ് പെട്ടെന്ന് തീരുന്നതൊന്നും അല്ല, അതുകൊണ്ട് രണ്ടുപേരും കൂണ്ടിലേക്ക് കയറിക്കും എന്നും പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും കൂണ്ടിൽ കയറി നിൽക്കുക. അപ്പോൾ ഗോവിന്ദനെയും ഗീതുവിനെയും ജഡ്ജി ഒന്ന് നോക്കി. അതിനുശേഷം രണ്ടുപേരും നോക്കിയിട്ട്, ഗോവിന്ദ് മാധവന് വാദിക്കാനായിട്ട് രമേശൻ വക്കീലുണ്ട്. ഗീതാഞ്ജലിക്ക് വക്കീലും എല്ലാം ഉണ്ടോ? ഇല്ല മാഡം, സ്വന്തമായി സമ്പാദ്യമൊന്നും ഇല്ലാത്ത എനിക്ക് വക്കീലിന് വയ്ക്കാനുള്ള പൈസയൊന്നും ഇല്ല മാഡം. ഒബ്ജക്ഷൻ യുവർ ഓണർ. ഇതുവരെ കേസേ തുടങ്ങിയിട്ടില്ല, അപ്പോഴേക്കും ഒബ്ജക്ഷൻ എന്തിനാടോ എന്ന് രമേശനോട് ചോദിക്കുക. അല്ല, ഞാനൊന്ന് പറഞ്ഞോട്ടെ. എന്ത് പറയാൻ? അതിനു മുമ്പ് ഞാൻ ഗീതാഞ്ജലിയോട് ചോദിച്ച ചോദ്യത്തിന് ഗീതാഞ്ജലി ഉത്തരം പറയട്ടെ. പറ ഗീതാഞ്ജലിക്ക് വക്കീലില്ലേ? ഇല്ല മാഡം, എനിക്ക് വക്കീലൊന്നും ഇല്ല മാഡം. എന്നാൽ പിന്നെ ഇവിടെ നിന്ന് ഗീതാഞ്ജലിക്ക് വേണ്ടി വാദിക്കാൻ ഒരു വക്കീലിനെ തരാം. വേണ്ട മാഡം, എൻ്റെ കേസ് വാദിക്കാൻ എനിക്ക് തന്നെ അനുവാദം തരണം. അതെങ്ങനെ? മാഡത്തിൻ്റെ നിയമസമിതി എന്ന പ്രോഗ്രാമേ എന്നും ടി വിയിൽ മുടങ്ങാതെ കാണുന്ന ഒരാളാണ് ഞാൻ. അത് കേട്ടതും ജഡ്ജി ഗീതുവിൻ്റെ വലയിൽ വീണു. സത്യമായിട്ടും അത് കാണുമ്പോൾ മാഡത്തിൻ്റെ പെർഫോമൻസ് എനിക്കതങ്ങ് ഭയങ്കര ഇഷ്ടമാണ് മാഡം. അതൊക്കെ കണ്ട് ഞാൻ ഒരുപാട് നിയമങ്ങളും ഒരുപാട് പോയിന്റുകളൊക്കെ പഠിച്ചിട്ടുണ്ട് മാഡം. അതുകൊണ്ട് ഈ കേസ് എന്നെ തന്നെ വാദിക്കാൻ അനുവദിക്കണം പ്ലീസ് മാഡം. ഇതെൻ്റെ താഴ്മയായ അപേക്ഷയാണ്. അങ്ങനെയാണെങ്കിൽ ഗീതാഞ്ജലി തുടങ്ങിക്കോ, എനിക്കതിൽ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇത് കോടതിയാണെന്ന് ഓർക്കണം. അതുകൊണ്ട് ഈ വിക്രമാദിത്യം വേതാളം കളിയൊന്നും വേണ്ട. ഇല്ല മാഡം, ഞാൻ സമാധാനപരമായിട്ട് തന്നെ കേസ് വാദിക്കും. അപ്പോൾ ഡബിൾ റോൾ ആണല്ലേ? അതെ മാഡം, എനിക്ക് ഡബിൾ റോൾ തരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക ഗീതു. അപ്പോൾ ജഡ്ജി ചോദിക്കുക,
അല്ല ഗീതാഞ്ജലി, ഈ കണ്ണേട്ടൻ കണ്ണേട്ടൻ എന്ന് വിളിക്കുന്നുണ്ടല്ലോ, ഗീതാഞ്ജലിക്ക് വരുമാനമൊന്നും ഇല്ലെന്നും പറയുന്നു. അതെന്താ വരുമാനമൊന്നും ഇല്ലാത്തത്? അതല്ലേ മാഡം ഞാൻ പറഞ്ഞത്, ഗീതാഞ്ജലി AGM ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ വൈസ് ചെയർമാനാ. അപ്പോഴേക്കും ജഡ്ജി എന്നാ ഗീതാഞ്ജലി തുടങ്ങിക്കോ എന്നും പറഞ്ഞുകൊണ്ട് ഇറങ്ങാൻ പറയണം. അപ്പോൾ ഗീത കൂട്ടിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം, അതെ മാഡം, വൈസ് ചെയർമാനാണെന്ന് ഇദ്ദേഹം പറഞ്ഞത് സത്യമാണ്. ഞാൻ വൈസ് ചെയർമാൻ തന്നെയാണ്. പക്ഷേ യഥാർത്ഥ വൈസ് ചെയർമാൻ എൻ്റെ ഹസ്ബൻഡാണ് മാഡം. അദ്ദേഹത്തിൻ്റെ കീഴിൽ തണലിൽ ഞാൻ അവിടെ ജോലി ചെയ്യുന്നേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ പേരിൽ 1 രൂപ പോലും എനിക്ക് ശമ്പളമായിട്ട് തന്നിട്ടില്ല മാഡം. ഇത് സത്യ. അത് കേട്ടതും രമേശൻ വക്കീൽ ഗോവിന്ദനോട് ചോദിക്കുക, സത്യമാണോ? അപ്പോൾ ഗോവിന്ദ്, സത്യ. ഹാ, എന്നിട്ടാണോ അതെന്താ ശമ്പളം കൊടുക്കാത്തത്? അത് പിന്നെ അവൾ ഇതുവരെ ആവശ്യപ്പെട്ടിട്ടില്ല മാഡം. അതെ, ഒരു പെണ്ണിനെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചിട്ട് ആവശ്യപ്പെട്ടില്ലെന്നോ? ആവശ്യപ്പെടാതെ തന്നെ അറിഞ്ഞു കൊടുക്കണം. ഭാര്യ എന്താ നിങ്ങളുടെ അടിമയാണോ? അത് കേട്ടതിൻ്റെ അധിക, ഈശ്വര, ഈ കണ്ണനിത് എന്തിനുള്ള പുറപ്പാടാണോ എന്തോ എന്നും പറയാം. ആ പിന്നെ ഞാനൊരു കാര്യം പറയാം. ഇവിടെ കഴിഞ്ഞ ആഴ്ച ഒരു കേസ് നടന്നു. ആ കേസ് നടക്കുന്ന സമയത്ത് ആ ഭാര്യയും ഭർത്താവും എന്നെ ഇട്ട് വട്ടം ചുറ്റിച്ചു. എന്താണെന്നറിയോ? ഭർത്താവിനാണെങ്കിൽ ഭാര്യയെ ഭയങ്കര സംശയം. അയൽപക്കത്തുള്ള ചേട്ടനുമായിട്ട് ഭാര്യയ്ക്ക് നല്ല അടുപ്പമുണ്ടെന്നായിരുന്നു ഭർത്താവിൻ്റെ സംശയം. അപ്പോൾ ഭാര്യ ഇവിടെ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചു. ഞാനിവിടെ നിന്ന് വയറ് നിറച്ച് ഭക്ഷണം ഉണ്ടാക്കി വെച്ചു. പക്ഷേ ഭക്ഷണം കഴിച്ചിട്ട് എൻ്റെ ചേട്ടനത് ബാക്കി വയ്ക്കുക. എത്ര ഉണ്ടാക്കിയിട്ടും ഭക്ഷണം ബാക്കിയാവുന്നു. അപ്പം പിന്നെ ഭക്ഷണം വേസ്റ്റ് കൊട്ടണോ ഇല്ലെങ്കിൽ അപ്പുറത്ത് വിശന്നിരിക്കുന്ന പാവം ചേട്ടന് കൊടുക്കണമെന്ന്. അത് ചോദിച്ചപ്പോൾ തന്നെ അയാളൊന്നും മിണ്ടിയില്ല. പിന്നെ ഞാൻ നിറയെ സ്നേഹമുള്ളൊരു ഭാര്യയാണ്. എൻ്റെ ഭർത്താവിന് കുറച്ച് സ്നേഹം മതി എന്നാണ് പറയുന്നത്. ബാക്കിയുള്ള സ്നേഹം ഞാൻ ആർക്ക് കൊടുക്കും? ഇതുപോലെ ഡിങ്കൻ്റെ കഥയെന്ന് ഇവിടെ പറയരുത്. മനസ്സിലായോ? മനസ്സിലായോ മാഡം? ഞാൻ വളരെ സീരിയസ് ആയിട്ട് തന്നെ സംസാരിച്ചോളാം എന്നും ഗീതു പറയാം. ആ എന്നാ വാദം തുടങ്ങിക്കോ എന്നും പറഞ്ഞുകൊണ്ട് ജഡ്ജ് ഇത് കേട്ടതും, ഗീതു മാഡം, ഞങ്ങളൊരു റിയാലിറ്റി ഷോയിലൊക്കെ പങ്കെടുത്തിരുന്നു. ഏത് റിയാലിറ്റി ഷോ? അത് അന്ന് ഈ എന്താ പറയുക, പാർട്ട്ണറൊക്കെ വെച്ച് റിയാലിറ്റി ഷോ ഉണ്ടായാലും മാഡം, BP എന്ന് എന്തൊക്കെയാണ് അതിൻ്റെ പേരെന്നൊക്കെ പറഞ്ഞോട്ടെ ഗീതു. ഓ, ആ റിയാലിറ്റി ഷോ, അതിൽ ഫസ്റ്റ് വിന്നറല്ലേ നിങ്ങൾ? അതെ, ഞങ്ങൾ തന്നെയായിരുന്നു മാഡം. ആഹാ, എന്നിട്ട് അതിൽ നിങ്ങൾ ഫസ്റ്റ് പ്രൈസൊക്കെ മേടിച്ചിട്ട് ഇപ്പം എന്തിനാടോ ഈ ഡിവോഴ്സ് എന്ന് ജഡ്ജ്. അത് കേട്ടതും ഗീതു, അത് തന്നെ മാഡം, എനിക്കും അറിയാൻ പാടില്ലാത്തത്. അപ്പോൾ ഗോവിന്ദ്, അത് വെറും ഞങ്ങളുടെ നാടകം മാത്രമായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ നാടകമായിരിക്കാം, പക്ഷേ അതെൻ്റെ ജീവിതമായിരുന്നു മാഡം. അത് കേട്ടതും ജഡ്ജിക്ക് തലയ്ക്ക് പ്രാർത്ഥിക്കും. ഓ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ജഡ്ജി, മാഡം, ഇദ്ദേഹം എന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നില്ല, പക്ഷെ ഞാൻ സ്നേഹിക്കുന്നുണ്ട് മാഡം. ഇദ്ദേഹം ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല മാഡം. എക്സ്ക്യൂസ് മീ ഗീതാഞ്ജലി, അങ്ങനെയാണെങ്കിൽ ഈ ഡിവോഴ്സ് ഇവിടെ വരെ എത്തിച്ചത് എന്തിന്? ഈ ഡിവോഴ്സിന് നിങ്ങൾക്ക് സമ്മതമാണെന്ന് പറഞ്ഞത് എന്തിന് എന്ന് ചോദിക്കുകയാണ്. അയ്യോ മാഡം, ഒബ്ജക്ഷൻ യുവർ ഓണർ. ഒബ്ജക്ഷനോ? എന്തിന്? അല്ല, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇതാണ് തെറ്റ്. ഇവർ പറഞ്ഞിട്ടുണ്ട് മാഡം. അപ്പോൾ വരും. ദൈവമേ, ആദ്യം ഇതിൽ തന്നെ ഏത് ഗോളടിച്ചല്ലോ അമ്മേ. ഇനി എന്ത് ചെയ്യും? ഈ കണ്ണൻ ഇത് എന്തിനുള്ള പുറപ്പെടാന്നാവോ? ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിക്കുക. മാഡം, ഞങ്ങൾ മത്സരിച്ചതിൽ നിന്നും 1 കോടി രൂപ സമ്മാനത്തുകയായിട്ട് ഞങ്ങൾക്ക് കിട്ടിയതാണ്. പക്ഷേ അതുപോലും എൻ്റെ ഹസ്ബൻഡ് എനിക്ക് തന്നില്ല. അത് കേട്ടതും ജഡ്ജി ചോദിക്കുക ഗോവിന്ദനോട്, അതെന്താ 1 കോടി രൂപ ഗീതാഞ്ജലിക്ക് കൊടുക്കാതിരുന്നത്? അതിൻ്റെ പകുതിയെങ്കിലും കൊടുക്കേണ്ടല്ലായിരുന്നോ? അയ്യോ മാഡം, ഞാനത് കൊടുക്കാൻ തയ്യാറായതാ. അത് കേട്ടതും, അങ്ങനെ പറയണ്ട. അതെ, ഇവിടെ കോടതി ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം മാത്രം പറഞ്ഞാൽ മതി. കൊടുത്തോ ഇല്ലയോ, യെസ് ഓർ നോ, ഇങ്ങനെ ചോദിക്കട്ടെ മാഡം എന്നും ഗീത ചോദിക്കുക. അതെ, താൻ എന്ത് വേണമെങ്കിലും ചോദിച്ചോ, പക്ഷെ കോടതിയോട് ചോദ്യം വേണ്ട എന്നും പറയാം. ശരി മാഡം, യെസ് ഓർ നോ, കൊടുത്തോ ഇല്ലയോ അത് മാത്രം പറ. കൊടുത്തില്ല, കണ്ണം തുലച്ചു, എല്ലാം തുലച്ചു എന്നും പറഞ്ഞ് രാധിക തലയ്ക്ക് കയ്യും കൊടുത്ത് ഇങ്ങനെ ഇരിക്കുക. ഈ സമയം എന്താ രമേശൻ വക്കീലിനും എല്ലാം പറയാനുണ്ടോ? പറയാനുണ്ട് മാഡം. ഇത്രയും നേരം ഡിവോഴ്സിന് സമ്മതമല്ല, ഡിവോഴ്സ് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് ഇവിടെ നിന്ന് നമ്മളെ കബളിപ്പിക്കുന്ന ഈ ഗീതാഞ്ജലി ഡിവോഴ്സിന് സമ്മതമാണ് എന്നും പറഞ്ഞുകൊണ്ട് ഒപ്പിട്ട ഡിവോഴ്സ് നോട്ടീസ് എൻ്റെ കയ്യിലിരിപ്പുണ്ട് മാഡം. അത് ഞാൻ ബഹുമാനപ്പെട്ട കോടതിക്ക് മുൻപാകെ ഹാജരാക്കാം. ഒബ്ജക്ഷൻ യുവർ ഓണർ എന്നും പറഞ്ഞ് ഗീതു ഒരു ഒറ്റ കൈതൂക്കൽ. ജഡ്ജ് വരെ ഞെട്ടിപ്പോയി. അപ്പോൾ ഗീതു എല്ലാവരും ഒന്ന് തിരിഞ്ഞു നോക്കുക. ഈശ്വര, എൻ്റെ ഒബ്ജക്ഷന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ മാഡം?
അത് കേട്ടതും അതെ വായെ പറ്റുന്ന വാക്കുകൾ എടുത്തു പൊക്കിയാൽ പോരെ ഗീതാഞ്ജലി. അതെ ആവേശം കൂടിപ്പോയപ്പോൾ ഞാനൊന്ന് പറഞ്ഞു പോയതാ മാഡം, സോറി. അതെ ആവേശം കുറയ്ക്കാനുള്ള മരുന്ന് എൻ്റെ കയ്യിലുണ്ട്, വേണോ? വേണ്ട മാഡം. എന്നാ പിന്നെ തുടങ്ങിക്കോ. അങ്ങനെ ഒരു ഒപ്പ് ഞാൻ ഇട്ടിട്ടില്ല മാഡം. അത് കേട്ടതും ഗോവിന്ദ് ഞെട്ടലോടുകൂടെ ഗോവിന്ദ് രാധികയും വരുണിനെയും നോക്കുക. എന്താ അമ്മ ഇത് എന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ രമേശൻ വക്കീൽ, മാഡം ഗീതാഞ്ജലി മെൻ്റൽ പ്രോബ്ലം ഉള്ളൊരു കുട്ടിയാണ്, അതുകൊണ്ട് ഗീതാഞ്ജലി ആ ഒപ്പിട്ടിട്ടുണ്ട് എന്നും പറഞ്ഞ് ആ പേപ്പേഴ്സ് എടുത്ത് ജഡ്ജിയുടെ മുൻപിലേക്ക് കൊടുക്കുക. അപ്പോൾ ജഡ്ജി അത് മേടിച്ച് നോക്കിയതിന് ശേഷം ജഡ്ജിക്ക് തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചു. ഈശ്വര, ഇങ്ങനെ ഒപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് എന്തിനാ കുട്ടി കോടതിയുടെ സമയം വെറുതെ വേസ്റ്റാക്കുന്നേ? എനിക്ക് ആ പേപ്പർ ഒന്ന് കാണണം മാഡം. അത് കേട്ടതും രമേശൻ വക്കീൽ ആ പേപ്പർ മേടിച്ച് ഗീതുവിൻ്റെ കയ്യിൽ കൊടുത്തു. ഗീതു അത് മേടിച്ചിട്ട് ഇങ്ങനെ നോക്കിയപ്പോൾ തന്നെ ഗീതുവിന് കാര്യം പിടികിട്ടി. അന്ന് മയക്കമരുന്ന് തന്നിട്ട് അച്ഛനും അമ്മയും പേപ്പറിൽ ഒപ്പിട് എന്നും പറഞ്ഞ് പിന്നല്ല നടന്നത്. ആ സമയത്ത് ഗീതു ഒപ്പിട്ടിട്ടില്ല. പക്ഷേ ഇതിൻ്റെ പിന്നിൽ വിലാസിനിയും ഭദ്രനുമാണെന്ന് ഗീതുവിന് മനസ്സിലായി. ആ കാര്യം വിജയലക്ഷ്മിയോട് ഗീതു പറയുകയും ചെയ്തു. അപ്പോൾ വിജയലക്ഷ്മി ഗീതുവിന് ഉപദേശിച്ചു കൊടുത്തത് എങ്ങനെയാണ്? അങ്ങനെയാണെങ്കിൽ ലോട്ടറി അടിച്ചത് അവർക്കല്ല, നമുക്കാണ് ഗീതു. അതെന്താ? അതെ ഇത് വ്യാജരേഖ ചമച്ചുണ്ടാക്കിയ കേസാ. ഡിവോഴ്സ് കേസ് കോടതിയിൽ നിന്നും പുറത്താവും. അത് നിങ്ങൾ ജയിക്കും, നമ്മൾ ജയിക്കും. പക്ഷേ വ്യാജരേഖ ഉണ്ടാക്കിയതിന് അകത്ത് കിടക്കും പലരും. എൻ്റെ അച്ഛനും അമ്മയും തന്നെ അകത്ത് കിടക്കണ്ടേ മാഡം? അവരെ ഞാൻ കിടത്തും. നിൻ്റെ അച്ഛനും അമ്മയും അല്ല ഗീതു ഇതിൻ്റെ പേരിൽ അകത്ത് കിടക്കേണ്ടത്. അവരെ ഇതിനു വേണ്ടി ഓരോന്ന് പറഞ്ഞ് എരിവിരി കയറ്റിവിട്ട രാധികയാണ് അകത്ത് കിടക്കേണ്ടത്. 7 വർഷം തടവാണ് ഇതിനുള്ള ശിക്ഷ. അത് നീ അവിടെ കോടതിക്ക് മുൻപിൽ പറയണം. എന്താ, ഓക്കെ അല്ലേ? ഓക്കെ മാഡം. എന്നെ കോടതി വരെ എത്തിച്ച് വ്യാജരേഖ ഉണ്ടാക്കിപ്പിച്ച രാധിക അമ്മയ്ക്ക് ഇനി കോടതിയിൽ ഇടിവെട്ട് തിരിച്ചടിയായിരിക്കും ഞാൻ കൊടുക്കാൻ പോകുന്നത് എന്നും പറഞ്ഞ് ഗീതു ആ പേപ്പർ നോക്കി ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക. അതെ, ഒരു 2-2.5 മിനിറ്റായി ഗീതു ആലോചിക്കാൻ തുടങ്ങിയിട്ട്. എന്താ ഗീതു, ഒന്നും പറയാനില്ലേ? അത് കേട്ടതും മാഡം ഞാൻ ആകെ ഞെട്ടലോടുകൂടെ നിൽക്കുക. അതെ, ഈ സ്വന്തം ഒപ്പ് കണ്ടിട്ട് ഗീതാഞ്ജലിക്ക് തന്നെ ഞെട്ടലാണ് മാഡം എന്നും പറയണം. അയ്യോ അങ്ങനെയല്ല മാഡം, ഈ ഒപ്പ് എൻ്റേതല്ല, പക്ഷെ ഞാനിടുന്നത് പോലെ തന്നെയുണ്ട്. അത് കണ്ട് ഞെട്ടലോടുകൂടെ നിന്നതാ. അല്ല, ഒരു മനുഷ്യന് സാമാന്യമായിട്ട് ഞെട്ടാൻ ഒരു 2 സെക്കൻഡ് മതി. ഇത് ഗീതു ഞെട്ടി നിൽക്കുന്നത് 2-2.5 മിനിറ്റ് ആയല്ലോ. ഇത്രയും നേരം ഞെട്ടാൻ ഇത് സിനിമയൊന്നും അല്ല, സീരിയലും അല്ല എന്നും പറയാം. അയ്യോ മാഡം, സത്യം പറയാലോ, ഈ ഒപ്പ് കണ്ടപ്പോൾ സത്യം പറഞ്ഞ് ഞാൻ ഞെട്ടിപ്പോയി. ദേ എൻ്റെ രേഖകളും എൻ്റെ പാസ്പോർട്ടും എൻ്റെ ആധാർ കാർഡും ഞാൻ ഒപ്പിട്ട ചില വേറെ പേപ്പേഴ്സും ഞാൻ ബഹുമാനപ്പെട്ട കോടതിക്ക് മുൻപാകെ ഹാജരാക്കുകയാണ് എന്നും പറഞ്ഞ് അത് കൊടുക്കണം. അപ്പോൾ രമേശൻ വക്കീൽ ആദ്യം നോക്കുക. ഈ സമയം എന്താ രമേശൻ വക്കീലെ, ഗീതാഞ്ജലിയുടെ ഒപ്പ് തന്നെയാണോ അത്? ചെറിയ സാമ്യമുണ്ട്. എന്തായി? എതിർഭാഗം വക്കീൽ തന്നെ പറഞ്ഞു കഴിഞ്ഞു, ചെറിയ സാമ്യമേ ഉള്ളൂന്ന്. അത് തന്നെ ഒരു ചെറിയ പോയിന്റ് അല്ല മാഡം, ഇത് എൻ്റെ ഒപ്പമല്ല, ഞാൻ അങ്ങനെ ഒരു ഒപ്പിട്ടിട്ടുമില്ല. അത് കേട്ടതും രാധികയും വരുണും ഞെട്ടി. ഈശ്വര, ഇവൾ എന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത് എന്നും പറഞ്ഞിങ്ങനെ ഇതാക്കണം. അപ്പോൾ ജഡ്ജ് നോക്കിയിട്ട് രമേശൻ വക്കീലേ, ഇത് ഗീതാഞ്ജലിയുടെ ഒപ്പമല്ല എന്നും പറയുക. അപ്പോൾ രമേശൻ വക്കീൽ ഇന്ന് വെള്ളം കുടിക്കുക. ഈശ്വര, ഇതെന്താ സംഭവിച്ചേക്കണേ എന്നും പറഞ്ഞ് രമേശൻ വക്കീൽ രാധികയോടും വരുണോടും ഇങ്ങനെ കൈ കാണിക്കുക. ഈ സമയം ഗീതാഞ്ജലി, കണ്ടോ മാഡം, ഇത് എൻ്റെ ഒപ്പമല്ല മാഡം, ഈ കള്ളരേഖ ഉണ്ടാക്കിയതിന്, വേജ പേപ്പർ ഉണ്ടാക്കിയതിന് 7 വർഷം തടവും 25,000 രൂപ പിഴയും അല്ലേ മാഡം? പോയിൻ്റൊക്കെ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടല്ലോ. ഇതെങ്ങനെയാ, LLBക്ക് പഠിച്ചിട്ടുണ്ടോ? ഇല്ല മാഡം, മാഡത്തിൻ്റെ കേരള സമിതി ആ സേവനത്തിൻ്റെ ആ പ്രോഗ്രാം കണ്ട് അതിൽ ഇതൊക്കെ ഞാൻ കറക്റ്റായിട്ട് പഠിച്ചു വെച്ചിട്ടുണ്ട്. നടക്കട്ടെ. അല്ല മാഡം, അതെ. അപ്പോൾ ആരാണത് ചെയ്തത് മാഡം? അത് ആരാണ്? ഗീതാഞ്ജലിയുടെ ഹസ്ബൻഡാണോ എന്നും ചോദിക്കുകയാണ്. എൻ്റെ കണ്ണേട്ടനൊരു പാവാ മാഡം, അങ്ങനെ ഒന്നും ചെയ്യില്ല, അദ്ദേഹത്തിന് സ്നേഹിക്കാൻ മാത്രമേ അറിയൂ എന്നും പറയുക. അതെ, തൻ്റെ ഭർത്താവിൻ്റെ സ്വഭാവ ഗുണമല്ല ചോദിച്ചത്, തൻ്റെ ഭർത്താവായിരിക്കുമെന്നാണ് ചോദിച്ചത്. ഇല്ല, അങ്ങനെയല്ല, ഭർത്താവ് പോലും അല്ല. അപ്പം പിന്നെ ഗീതാഞ്ജലി തന്നെ കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇത് ചെയ്തതായിരിക്കും. അപ്പോൾ രമേശിൻ്റെ വാക്കുകൾ കേട്ട് രമേശൻ വക്കീലേ, അത് പോലീസുകാരെ അന്വേഷിച്ചോളും എന്നും പറയുക. ഇത് കേട്ടതും ഗീതാഞ്ജലിക്ക് ആരെങ്കിലും സംശയമുണ്ടോ? അത് പിന്നെ സംശയമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് മാഡം. ആരെയാ?
എന്നെ കണ്ണെടുത്താൽ കണ്ടുകൂടാത്ത ഒരാൾ ഞങ്ങളുടെ വീട്ടിലുണ്ട് മാഡം. അതാരാ? അതെ, എൻ്റെ ഹസ്ബൻഡിൻ്റെ രണ്ടാനമ്മ എന്ന് പറയുന്നവരാ. അവർക്ക് എന്നെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. അപ്പം ഈ വ്യാജരേഖകൾ ഉണ്ടാക്കാൻ അവർ തന്നെയായിരിക്കും മുന്നിൽ നിന്നിട്ടുണ്ടാവുക. എന്തായാലും ഇതിൻ്റെ പേരിൽ അന്വേഷണം വേണം മാഡം. എന്നെ കള്ളക്കേസിൽ കുടുക്കി ഇവിടെ കൊണ്ടത് നിർത്തി എൻ്റെയും ഭർത്താവിനെയും പിരിച്ചാൽ ലാഭം കിട്ടുന്നതിന് വേണ്ടി ചെയ്യുന്ന ഈ ചെയ്യലിന് ഉറപ്പായിട്ടും അവരെ ശിക്ഷിക്കണം മാഡം. അത് കേട്ടതും ജഡ്ജ് രാധികയെയും വരുണിനെയും നോക്കുക. പിന്നെ എനിക്ക് ആ വീട്ടിൽ പ്രൊട്ടക്ഷനും വേണം മാഡം. എന്നെയും എൻ്റെ ഭർത്താവിനെയും തമ്മിൽ അകറ്റാൻ നോക്കുക പലരും. എന്നെ ഇഷ്ടമല്ല എന്ന് കരുതി എനിക്ക് എൻ്റെ ഭർത്താവിനോടൊപ്പം ജീവിക്കണ്ടേ? എൻ്റെ അവകാശം അവരില്ലാതാക്കാൻ ശ്രമിക്കുക മാഡം. ഇതിന് ആക്ഷൻ എടുക്കണം മാഡം. ഗീതാഞ്ജലി ധൈര്യമായിട്ടിരിക്കും. ഈ കേസിന് അന്വേഷിക്കാൻ നമുക്ക് പോലീസിനെ ഏർപ്പാടാക്കാം എന്നും പറയുകയാണ്. അത് കേട്ടതും രാധികയും വരുണും ഞെട്ടി. എല്ലാം തൊലഞ്ഞു, എല്ലാം കുഴഞ്ഞു മറിഞ്ഞു എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കണം. എല്ലാവർക്കും കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.